ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിവൈൻ മേഴ്സി സൺഡേ, ദൈവ കരുണയുടെ ഞായർ. 2000 ആണ്ട് തുടങ്ങി ഈ ഒക്ടേവിൻ്റെ സമാപന ദിവസമായ നമ്മുടെ പെസഹ കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച, ഈസ്റ്ററിൻ്റെ പിറ്റേ ഞായറാഴ്ച ഡിവൈൻ മേഴ്സി സൺഡേ എന്നാണ് അറിയപ്പെടുക. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധ ഫൊസ്റ്റീനാമയെ വിശുദ്ധയായി വിളംബരം ചെയ്തുകൊണ്ട് ഫൊസ്റ്റീനാമയ്ക്ക് ഈശോ ഏകിയ ദർശനങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ഞായറാഴ്ചയെ ഡിവൈൻ മേഴ്സി സൺഡേ എന്ന് വിളംബരം ചെയ്തത്. നമ്മൾ ക്രിസ്മസിൻ്റെ 8ാം ഇടമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ദൈവമാതാവിൻ്റെ തിരുനാൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈസ്റ്ററിൻ്റെ ഈ 8ാം ഇടത്തെ ദൈവപിതാവിൻ്റെ തിരുനാൾ എന്നാണ് വിളിക്കുക. ദൈവപിതാവിൻ്റെ വലിയ കരുണ ഏറ്റവും വെളിവാക്കപ്പെട്ട ദിവസമെന്ന് വേണേൽ പറയാം. ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈസ്റ്ററിലേക്ക് വന്ന് പെസഹ ത്രിദിനം ആഘോഷിച്ചുകൊണ്ട് ആ സമയത്താണ് ദൈവപിതാവിൻ്റെ ഏറ്റവും വലിയ കരുണ വെളിവായത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ ഏവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രയേറെ ലോകത്തെ സ്നേഹിച്ചു. എല്ലാ ലോകത്തെ മുഴുവനും സ്നേഹിക്കുക, ഒരുവൻ പോലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ വലിയ കരുണ വെളിവാക്കപ്പെട്ടത് ഈശോയിലൂടെയാണ്. പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവമാതാവിൻ്റെ തിരുനാൾ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് കൊണ്ടാടുന്നത് എങ്കിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് നമ്മൾ ദൈവപിതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുക, ദിവ്യ കാരുണ്യത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുക. കാരണം ഈ പെസഹ ആഘോഷത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വലിയ കരുണ വെളിവായത്. ഈശോനാഥൻ കാൽവരി കുരിശിൽ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ നമുക്ക് നൽകുകയായിരുന്നു. പെസഹ വ്യാഴാഴ്ച ഈശോ എന്ന് നമ്മളോടുകൂടി ആയിരിക്കാൻ ദിവ്യകുർബാന സ്ഥാപിച്ചപ്പോൾ, ദിവ്യ കാരുണ്യത്തിൻ്റെ കൂദാശ സ്ഥാപിച്ചപ്പോൾ അവിടെയും വെളിവാക്കപ്പെട്ടത് ദൈവപിതാവിൻ്റെ വലിയ കരുണയാണ്. ഈസ്റ്ററിൽ കല്ലറ തുറന്ന് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ കരുണയാൽ നിറഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ഉത്ഥിതനായ ഈശോ ദൈവകരുണയുടെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന് കല്ലറയ്ക്കകത്ത് ഇരിക്കാൻ സാധിച്ചില്ല. കല്ലറ തുറന്ന് അവിടുന്ന് വരിക, അത്രയേറെയാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കുക. 1-ാമത്തെ വായനയിൽ ആദിമ സഭയെക്കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുക. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച ജനം, ആ ദൈവത്തിൻ്റെ കരുണയിൽ രൂപാന്തരപ്പെട്ട ജനം, ആ ദൈവത്തിൻ്റെ കരുണ പകരുന്ന ജനം, ഒരേ മനസ്സും ഒരേ ഹൃദയമുള്ളവരായി അവർ ഒരുമിച്ചുകൂടി, ഒരുമിച്ചവർ പ്രാർത്ഥിച്ചു, ഒരുമിച്ച് വചനം പഠിച്ചു, ഒരുമിച്ച് അപ്പം മുറിച്ച്, ഒരുമയോടെ ജീവിച്ചു. അവർ ഓരോരുത്തരുടെ ആവശ്യം കണ്ടറിഞ്ഞു, തങ്ങൾക്കുള്ളത് അവരുമായി പങ്കുവെച്ചുകൊണ്ട് അവർ ആ പങ്കുവയ്ക്കലിൻ്റെ അനുഭവം, കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലല്ലേ, അത് പകർന്ന് ജീവിച്ചു എന്ന് 1-ാമത്തെ വായന വെളിവാക്കുക. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഇല്ലായ്മയുണ്ടായിരുന്ന ആരും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സങ്കീർത്തനം 118-ാമത്തെ സങ്കീർത്തനമാണ്. അവിടെ വിളിച്ചോതുന്നത് എന്താ? ദൈവത്തിൻ്റെ കരുണ അചഞ്ചലമാണ്, നിത്യം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണയെ പ്രഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, ആ സങ്കീർത്തനം ഇന്നത്തെ 2-ാമത്തെ വായനയിൽ ദൈവത്തിൻ്റെ വലിയ കരുണയിലൂടെ പ്രത്യാശ നിറഞ്ഞവരായി പുതുജീവൻ പ്രാപിക്കുന്നവരായി മാറുന്ന നമ്മളുടെ അനുഭവമാണ് അദ്ദേഹം അവിടെ വിവരിക്കുക. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോഴോ പ്രിയപ്പെട്ടവരെ, കരുണ തന്നെയായ കർത്താവ് തൻ്റെ കരുണ വെളിവാക്കുവാനായിട്ട് ഉത്ഥിതനായ ഈശോ മരണത്തെപ്പോലും ജയിച്ച, തിന്മയെ ജയിച്ച, പാപത്തെ ജയിച്ച
ഉത്ഥിതനായ ഈശോ അവിടുന്ന് ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ ശിഷ്യർക്ക് കരുണ വെളിപ്പെടുത്തുന്ന അനുഭവം നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അവരെല്ലാവരും ഒരു മുറിക്കകത്ത് ഒളിച്ചിരിക്കുക, ഭയപ്പെട്ട് ഒളിച്ചിരിക്കുക. അവർക്ക് മറ്റുള്ളവരെ ഭയമെന്ന് മാത്രമല്ല, ഒരു രൂപത്തിൽ കർത്താവിനെ തങ്ങൾ തള്ളിപ്പറഞ്ഞല്ലോ എന്നെല്ലാം ഉള്ള വിഷമതകളെല്ലാം ഉണ്ട്. അവരുടെ ഇടയിലേക്ക് കർത്താവ് വന്ന് നിൽക്കുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് എന്താ പറയുന്നത്? അവരെ കർത്താവ് കുറ്റപ്പെടുത്തുമല്ല. നിങ്ങളൊക്കെ എന്താ എന്നെ വിട്ടുപോയത്? ഒന്നുമല്ല. നിങ്ങൾ എന്തിനാ എന്നെ തള്ളിപ്പറഞ്ഞത്? ഒന്നുമല്ല. പിന്നെയോ കർത്താവ് പറയുക, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളോട് എല്ലാം ക്ഷമിക്കുന്നു, ഞാൻ നിങ്ങളോട് കാരുണ്യത്താൽ നിറയുക. അതാണ് ഈശോടെ പറയുന്നത്. അത്രയും മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ തിരുമുറിവുകൾ അവരെ കാണിക്കുന്നത് പരാജയം കാണിക്കാൻ വേണ്ടിയല്ല, അവരെന്നെ മുറിവേൽപ്പിച്ചല്ലോ എന്ന് പറയാനല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ മുറിവ് പോലും ഏറ്റു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് മുറിവ് കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത്? ഈ കാരുണ്യത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് നിവേശിപ്പിക്കും. ആ കാരുണ്യത്തിൻ്റെ ആത്മാവിനാൽ അവർ നിറയുമ്പോഴാണ് പാപമോചനത്തിൻ്റെ അധികാരവും അവകാശ രൂപത്തിൽ അവർക്ക് ലഭിക്കുക. കുമ്പസാരം എന്നുള്ള കൂദാശയുടെ തുടക്കം പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് കാണുക. ഈശോനാഥൻ പരിശുദ്ധ ജീവിതത്തിൽ പാപികളോട് ക്ഷമിച്ച കാര്യങ്ങളൊക്കെ കുമ്പസാരത്തിൻ്റെ മുന്നൊരുക്കങ്ങളാണ്. എന്നാൽ കുമ്പസാരത്തിലൂടെ പാപം മോചനം ഏകുവാനുള്ള ശക്തി തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തത് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ടു പ്രിയപ്പെട്ടവരെ. ഇവിടെ തോമസ് അപ്പോസ്തലൻ്റെ കാര്യം വരുക. അതായത് ഈ കാരുണ്യം അനുഭവിക്കാൻ നമ്മൾ കൂട്ടായ്മയിലായിരിക്കണം. കൂട്ടായ്മയിൽ നിന്ന് അകന്നിരുന്നപ്പോൾ തോമസ് അപ്പോസ്തലന് മറ്റ് ശിഷ്യന്മാരോടൊപ്പം ഉത്ഥിതനെ കണ്ടുമുട്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് തോമസ് അപ്പോസ്തലൻ തിരിച്ചു തോമസ് അപ്പോസ്തലനോട് പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. അപ്പോൾ തോമസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല, എനിക്ക് നേരിട്ട് അവനെ കാണണം, നേരിട്ട് അവൻ്റെ അടുത്ത് നിൽക്കണം, എനിക്ക് നേരിട്ട് അവനെ നോക്കണം, നേരിട്ട് അവനെ സ്പർശിക്കണം, അവൻ്റെ സ്വരം എനിക്ക് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, അതൊരു പിടിവാശി പോലെ നമുക്ക് തോന്നാം. സംശയാലുവായ തോമസ് എന്ന് ആൾക്കാർ ചിലപ്പോൾ തോമസ് അപ്പോസ്തലനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അതല്ല സംഭവം. പിന്നെയോ ഈ കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ കർത്താവിൻ്റെ കരുണ അനുഭവിക്കുക അവർ. ഈ തോമസ് അപ്പോസ്തലനാണ് ഒരു രൂപത്തിൽ കർത്താവിൻ്റെ കരുണ ഏറ്റവും അനുഭവിച്ചത് എന്ന് എനിക്ക് തോന്നുക. കാരണം അദ്ദേഹത്തിൻ്റെ നിർബന്ധം എന്താ? എനിക്കവനെ നേരിട്ട് കാണണം, നേരിട്ട് കേൾക്കണം, നേരിട്ട് അനുഭവിക്കണം, നേരിട്ട് തൊടണം. പ്രിയപ്പെട്ടവരെ, ആ പിടിവാശിയുടെ മുമ്പിൽ, അല്ലെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ ആ തോമസ് അപ്പോസ്തലന് വേണ്ടി മാത്രം എന്നോണമാണ് കർത്താവ് പിറ്റേ ആഴ്ച പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ടാണ് തോമസ് അപ്പോസ്തലനെ ക്ഷണിക്കുക, വാ, നീ എന്നെ കാണുക, നീ എന്നെ തൊടുക, നീ എന്നെ അനുഭവിക്കുക. നീ അവിശ്വാസിയാകരുത്, വിശ്വാസിയായിരിക്കുക. പ്രിയപ്പെട്ടവരെ, അത് ഈ തോമസ് അപ്പോസ്തലൻ്റെ വിശ്വാസം ഏറ്റവും പ്രകടമാക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരു വിധത്തിൽ നമുക്ക് പറഞ്ഞാൽ ഈ ശിഷ്യന്മാരിൽ ഏറ്റവും ആദ്യം ഇങ്ങനെ കർത്താവിനെ ദൈവമായി ഏറ്റുപറയുന്ന ആ വിശ്വാസം ഈ തോമസ് അപ്പോസ്തലനാണ് നടത്തുക. അപ്പോൾ തോമസ് അപ്പോസ്തലനോടുള്ള ആ ദൈവത്തിൻ്റെ കരുണ ഏറ്റവും അനുഭവിച്ച തോമസ് അപ്പോസ്തലൻ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കരുണയാൽ നിറഞ്ഞ കർത്താവ്. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. എന്താണെന്നറിയാവോ? പിതാവിനെ അയച്ചു, അതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്തിനാണെന്നറിയാവോ? എൻ്റെ കരുണ നിങ്ങൾ എല്ലാവർക്കും പകരണം. ദൈവത്തിൻ്റെ കരുണ നമ്മൾ അനുഭവിക്കണം. ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ രൂപാന്തരപ്പെടണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും എല്ലാം, ബന്ധങ്ങളും എല്ലാം കരുണ നിറഞ്ഞതാകാൻ നമ്മളെപ്പോഴും ശ്രദ്ധ വയ്ക്കണം. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ വിനീതപ്പെടുമ്പോൾ, നമുക്കറിയാം ഡിവൈൻ മേഴ്സി ചിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നുണ്ട്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. രൂപത്തിൽ ഒരു കൈവപ്പാണ്, കയ്യൊപ്പ്, ഫൊസ്റ്റീനാമ്മയുടെ കയ്യൊപ്പ് എന്ന് വേണേൽ പറയാം. നമ്മൾ ദൈവ കരുണ അനുഭവിക്കാൻ നമ്മൾ ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ചൊല്ലേണ്ട പ്രാർത്ഥന ഏത്? ഈശോയെ, ഞാൻ അങ്ങിൽ പ്രത്യാശിക്കുന്നു, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ആരംഭിച്ച്
ഇന്ന് പൂർത്തിയാകുന്ന രീതിയിലൊരു നൊവേന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും ഡിവൈൻ മേഴ്സി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഡിവൈൻ മേഴ്സി ചാപ്പലിട്ടുണ്ട്, കർണക്കൊന്തയുണ്ട്. അതുപോലെ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ ചിത്രമുണ്ട്. ആ ചിത്രം എന്താ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നറിയാവോ? ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാൻ നമുക്ക് നൽകപ്പെട്ട 2 കൂദാശകൾ, ജ്ഞാനസ്നാനവും ദിവ്യ കുർബാനയും. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ 2 രശ്മികളിലെ ചുമന്ന രശ്മി പ്രിയപ്പെട്ട കർത്താവിൻ്റെ തിരുരക്തത്തെ ഓർമ്മപ്പെടുത്തുക, ദിവ്യ കുർബാനയെ ഓർമ്മപ്പെടുത്തുക. വെള്ളരശ്മിയോ പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ ജ്ഞാനസ്നാനത്തെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെ കൂദാശാ ജീവിതത്തിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെ, കുംഭസാരത്തിലൂടെ, ദിവ്യ കുർബാനയിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ കർത്താവിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ കൂട്ടായ്മയിലാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തോമസ് അപ്പോസ്തലൻ കൂട്ടായ്മയിൽ നിന്ന് അകന്നിരുന്നപ്പോൾ ഉത്തിതിനെ കണ്ടുമുട്ടാൻ സാധിച്ചില്ല. എന്നാൽ പിറ്റേ ആഴ്ചയോ കൂട്ടായ്മയിലായിരുന്നപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടാൻ സാധിച്ചു. തോമസ് അപ്പോസ്തലൻ നമ്മളോട് പറയുക, പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മ വിട്ടുപോകല്ലേ, കൂട്ടായ്മയിൽ പങ്കുചേരാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അവിടെയാണ് ഉത്തിതിനെ കണ്ടുമുട്ടാനും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനും നമുക്കെല്ലാം സാധിക്കുക എന്ന് തോമസ് അപ്പോസ്തലൻ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവ കരുണയാൽ നിറയുമ്പോഴുണ്ടല്ലോ, നമ്മൾ നന്ദി നിറഞ്ഞവരായി മാറും, നമ്മൾ വിനീതരായി മാറും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സേവന സന്നദ്ധരായി മാറും. ദിവ്യ കരുണയാൽ നാം നിറയപ്പെടുമ്പോൾ അത് പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായി നമ്മളെ പുതുതാക്കുന്നു, നമ്മുടെ സമൂഹത്തെ സ്നേഹം നിറഞ്ഞതാക്കുന്നു, നമ്മുടെ ലോകത്തെ അത് പരിവർത്തനപ്പെടുത്തുന്നു. ക്ഷമയാൽ നിറച്ച്, കരുണയാൽ നിറച്ച്, ദയയാൽ നിറച്ച് ദൈവമക്കളായി ജീവിക്കുവാൻ ദൈവപിതാവ് നമ്മെ പ്രാപ്തരാക്കുന്ന പ്രിയപ്പെട്ടവരെ. പിതാവായ ദൈവം തൻ്റെ പ്രിയ മകനിലൂടെ തൻ്റെ പ്രത്യേകമായ കരുണ വെളിവാക്കി. ആ കരുണയാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ആ കരുണ തന്നെയാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനാൽ, ദൈവകരുണയാൽ പരിവർത്തനപ്പെട്ട വ്യക്തികളായി, പരിവർത്തനപ്പെട്ട കുടുംബങ്ങളായി, പരിവർത്തനപ്പെട്ട കൂട്ടായ്മകളായി ജീവിച്ചുകൊണ്ട് നമ്മുടെ ലോകത്തെ തന്നെ കരുണയാൽ, ദിവ്യകരുണയാൽ പരിവർത്തനപ്പെടുത്താം. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കട്ടെ, എങ്ങും സമാധാനം നിറയട്ടെ, എങ്ങും ഐശ്വര്യം നിറയട്ടെ, എന്നും എങ്ങും അനുഗ്രഹം നിറയട്ടെ. ദൈവാനുഗ്രഹം ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.